ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സന്ദീപിന്റെയും അനഘയുടെയും വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് ഇന്നേ ദിവസമാണ്. അനഘ വിവാഹ വസ്ത്രത്തിൽ ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ സന്ദീപ് ഇതുവരെയും ഒരുങ്ങിയില്ല. സന്ദീപിനെ ഡ്രസ്സൊക്കെ ഇട്ട് അണിഞ്ഞൊരുങ്ങി വരാൻ നിർബന്ധിക്കുകയാണ് സച്ചി. ഇന്നത്തെ ഈ വിവാഹം നടക്കില്ല എന്നും അർച്ചന ഈ വിവാഹം മുടക്കുമെന്നും സച്ചി സന്ദീപിന് വാക്ക് കൊടുക്കുന്നു. എന്നിട്ട് വിവാഹ വസ്ത്രം എടുത്ത് സന്ദീപിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. ഒരുങ്ങി വരാൻ പറഞ്ഞതിന് ശേഷം സച്ചി പോയപ്പോൾ സന്ദീപ് ദേഷ്യത്തോടെ ആ ഡ്രസ്സ് വലിച്ചെറിഞ്ഞിട്ട് ടെൻഷനോടെ ഇരിക്കുകയാണ്. അർച്ചന ഇങ്ങനെ ടെൻഷനോടെ മുറിയിൽ നിന്നപ്പോൾ അവന്തിക അവിടേക്ക് കയറി വന്നു. ഈ വിവാഹം എങ്ങനെ മുടക്കാന്നുള്ള വലിയ ആലോചനയിലാണല്ലോ. നീ ഇതിനെ ഇത്ര ആലോചിക്കൊന്നും വേണ്ട, വളരെ സിമ്പിൾ അല്ലേ. ഒരു സാരി എടുത്ത് ഈ ഫാനിലോട്ട് അങ്ങ് കെട്ടണം. അതിന്റെ മറ്റേ അറ്റത്ത് ഒരു കുരുക്കിട്ട് നീ അങ്ങ് തൂങ്ങിയാൽ മാത്രം മതി. ഇത്ര ഒരു എളുപ്പ വഴിയുള്ളപ്പോൾ നീ എന്തിനാ ഇത്രയ്ക്ക് ആലോചിച്ച് സമയം കളയുന്നത്? നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാ എനിക്കെതിരായി വന്ന് നിൽക്കരുതെന്ന്. നീ കേട്ടില്ല. നീ വീണ്ടും വീണ്ടും നിന്റെ കഴിവുകേട് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വെച്ചക്കാൽ പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് നിസാരമായി പോരിനിറങ്ങിയപ്പോൾ നിന്റെ ചിന്തയിൽ ഒരിക്കൽ പോലും തോന്നിയില്ലേ അർച്ചനെ, പെൺപോരിനെ എതിർഭാഗത്ത് നിൽക്കുന്നത് ഈ അവന്തികയാണെന്ന്? നീ ഇങ്ങനെ തോറ്റു തുന്നമ്പാടി നിൽക്കുമ്പോ സത്യം പറഞ്ഞ എനിക്ക് സഹതാപമാ. ഞാൻ ശരിക്കും ഈ വിവാഹത്തിന് വേണ്ടി നിന്നോട് മത്സരിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഒരു മുഹൂർത്തം എഴുതിക്കുന്ന വാക്കുകൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം വിധിയാണ്, അല്ലാതെ ഞാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിന്റെ വാശിയും വൈരാഗ്യമൊക്കെ ആറടി മണ്ണിൽ ഒരുക്കിയിട്ട് സന്ദീപിന്റെയും അനഘയുടെയും വിവാഹത്തിന് നീ വാ. അനഘ അവിടേക്ക് ഒരുങ്ങി വരുന്നു. അർച്ചന അനഘയെ കണ്ട് ഒന്ന് ഞെട്ടി. സന്തോഷത്തോടെ അനഘ അവിടേക്ക് വരുന്നു. അവന്തികയും സന്തോഷത്തിൽ തന്നെ അനഘ അവിടേക്ക് വിളിക്കുന്നുണ്ട്. ഞാൻ അർച്ചനയോട് പറയുമായിരുന്നു വാശിയൊക്കെ മനസ്സിൽ നിന്ന് കളഞ്ഞ് വിവാഹത്തിന് വരാൻ. അനഘ അർച്ചനയോട് പറയുന്നു, അതെ, കാര്യങ്ങളൊക്കെ ഇത്ര ആയില്ലേ എടുത്തി. ഇപ്പോഴും ഇത് മുടക്കാൻ നടക്കുവാണോ? എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസമാണിന്ന് സന്ദീപ്, എന്റേതാവുന്ന ദിവസം. എടുത്തി ബാക്കിയുള്ളതൊക്കെ മറക്ക് പ്ലീസ്. നീ എന്തിനാ അനഘയെ കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്നത്? നമ്മൾ എത്ര പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കാൻ മാത്രം വൃന്ദാവനത്തിലെ ആൾക്കാർക്ക് ഈശ്വരൻ ബുദ്ധി കൊടുത്തിട്ടില്ല. നീ വേണമെങ്കിൽ എടുത്തിയുടെ അനുഗ്രഹം ഒന്ന് വാങ്ങിച്ചേക്ക്. ഇത് നടക്കാതിരിക്കാൻ വേണ്ടി കുറെ ഓടിയ കാലിൽ നിന്ന് തന്നെ ആവട്ടെ നിന്റെ ഈ ദിവസത്തെ ആരംഭം എന്ന് അവന്തിക പറയുന്നു. എടുത്തി എന്ന് പറഞ്ഞ് അനഘ അർച്ചനയുടെ കാലിൽ വീണു അനുഗ്രഹം വാങ്ങാൻ. എന്നാൽ അർച്ചന ഒന്നും മിണ്ടാതെ അവന്തികയെ നോക്കി നിൽക്കുന്നു. അവന്തിക പറയുന്നു, ആജീവനാന്ത ഭർത്തൃതാലിയിൽ നീ സുമംഗലിയായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ടുണ്ടാണോ നീ വിചാരിച്ചത്? സന്ദീപിന്റെ താലി ഒരിക്കലും നിന്റെ കഴുത്തിൽ വീഴാൻ യോഗമില്ലാതാക്കണേ എന്ന നാരി ശാപമാണ് അർച്ചനയുടെ മുഖത്ത്. നീ ഇനി എങ്ങനെ ശപിക്കുമെന്ന് പറഞ്ഞാലും നിന്റെ ശാപം ഇവൾക്ക് അനുഗ്രഹമായി മാറത്തേ ഉള്ളൂ. ആ അനുഗ്രഹം മതി ഇവക്ക്. അനഘ അവിടെ നിന്ന് പോയി. പോവാൻ നേരം അർച്ചന അനഘയെ വിളിക്കുന്നു. അർച്ചന അനഘയുടെ അടുത്തേക്ക് പോയിട്ട്, ഇവരോടൊന്നും എനിക്ക് പറയാനില്ല. എനിക്ക് പറയാനുള്ളത് നിന്നോടാണ്. എന്നിൽ നിന്ന് നിനക്ക് കിട്ടുന്നത് അനുഗ്രഹമായാലും ശാപമാണെങ്കിലും അത് നടക്കാത്ത ഒരു വിവാഹത്തിന് വേണ്ടിയാണെന്ന് മാത്രമേ എനിക്ക് നിന്നോട് പറയാനുള്ളൂ. വിവാഹ ദിവസം ഒരു പെൺകുട്ടി എത്രയോ സ്വപ്നങ്ങൾ കണ്ടാണ് മണ്ഡപത്തിലേക്ക് വരുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ആ സ്വപ്നങ്ങളൊന്നും ഒരിക്കലും മറ്റൊരാളുടെ കണ്ണീരിൽ ചവിട്ടിക്കൊണ്ടാവരുത്. സത്യം അറിയാവുന്നവര് നിനക്കും ഈ ചേച്ചിക്കും അല്ലാതെ വേറെ ആർക്കും ഈ വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് അറിഞ്ഞിട്ടും നിന്റെ ചേച്ചിയുടെ വിലയില്ലാത്ത വാക്കും തിരിച്ച് നീ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് നിനക്ക് നല്ലതിനല്ല. നിന്റെ ചേച്ചിയെ പോലെ തന്നെ എന്റെ അനിയത്തിക്ക് ഞാനും വാക്ക് കൊടുത്തിട്ടുള്ളതാണ്. സന്ദീപ് അവൾക്കുള്ളതാണെന്ന്. ഇല്ലാത്ത സ്നേഹം പിടിച്ചു വാങ്ങിക്കൊടുക്കാം എന്നല്ല ഞാൻ വാക്ക് കൊടുത്തത്, സ്നേഹിക്കുന്നവരെ തമ്മിൽ ഒന്നിപ്പിക്കാന്ന്. അതുകൊണ്ട് തന്നെ ലെവലേശം കുറ്റബോധം ഇല്ലാതെ ഞാൻ ഈ വിവാഹം മുടക്കും. ഈ വിവാഹം ഉറപ്പിച്ചത് മുതൽ നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണത്. നിന്നോട് എനിക്ക് സഹതാപമാണുള്ളത്. അത് ഞാൻ തോറ്റു തലതാഴ്ന്നു നിൽക്കുന്നു എന്ന് കരുതി ഏട്ടത്തിക്ക് എന്നോട് നിറഞ്ഞ പരിഹാസം നിറഞ്ഞ സഹതാപമല്ല, മറിച്ച് വിവാഹ വസ്ത്രം വിഡ്ഢിവേഷമായി മാറും എന്ന് നിനക്ക് പറഞ്ഞു തരാൻ ആരുമില്ലാതായി പോയതിന്റെ സഹതാപം. നിന്നെ ഈ വേഷത്തിൽ കാണാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അത് പക്ഷേ തന്ത്രപരമായി ഈ ചേച്ചി നടത്തി തരുന്ന വിവാഹത്തിനായിരുന്നില്ല എന്ന് മാത്രം. സന്ദീപിനെ മനസ്സിലാക്കാൻ കഴിയാതെ എത്ര സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അനഘ. ഇപ്പൊ നിനക്ക് തോന്നുന്നുണ്ടാവും നിനക്കില്ലാത്ത എന്ത് പ്രത്യേകതയാണ് എന്റെ അനിയത്തിക്കുള്ളതെന്ന്. അവളെ നേർവഴിക്കും നടത്താനും അവളെ മനസ്സിലാക്കാനും കഴിയുന്ന ഒരു ചേച്ചി ഉണ്ട് ആതിരയ്ക്ക്. നിനക്കില്ലാതെ പോയതും അങ്ങനെ ഒരു ചേച്ചിയാണ്. അവൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും ഞാൻ അത് അവൾക്ക് സാധിച്ചു കൊടുക്കണം. അതെന്റെ ചുമതലാബോധമാണ്. അതിപ്പോ 2 വയസ്സിൽ അവൾ ചോദിച്ച ജീവനില്ലാത്ത പാവയായാലും ശരി, ഈ പ്രായത്തിൽ അവൾ ചോദിച്ച ജീവനുള്ള സന്ദീപായാലും ശരി. ഈ ഒരു ഡയലോഗ് നേരത്തെ അവന്തിക അർച്ചനയോട് പറഞ്ഞതായിരുന്നു. ഇപ്പോൾ അർച്ചന അത് തിരിച്ച് അനഘയോട് തന്നെ പറയുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്ന ഈ അനുഗ്രഹം ഒരു അഡ്വാൻസ് ആയിട്ട് കൂട്ടിയാൽ മതി. സന്ദീപിനെ കിട്ടിയില്ല എന്ന് കരുതി മറ്റൊരു വിവാഹത്തിന് വേണ്ടിയുള്ള ഈ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു അനുഗ്രഹം. അത്രയും പറഞ്ഞ് അനഘ അർച്ചന മുറിക്ക് പുറത്തേക്ക് പോയി. ഇതേ സമയം സന്ദീപിന്റെ വിവാഹത്തിന് വരാൻ വേണ്ടി എല്ലാവരും വൃന്ദാവനത്തിൽ ഒരുങ്ങിക്കൊണ്ട് നിൽക്കുന്നു. ആതിരയും അതുപോലെ ഒരുങ്ങുകയാണ്. ആതിരയുടെ മുറിയിലേക്ക് മീര വരുന്നു.
ആരും കാണാതെ കുറച്ച് സംസാരിക്കുകയാണ്. മോളെ, ഏട്ടത്തി ഒരു കാര്യം പറഞ്ഞാൽ മോൾ അനുസരിക്കണം. മോൾ ഈ വിവാഹത്തിന് വരണ്ട. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ആയിരിക്കില്ല അവിടെ നടക്കുന്നത്. അനഘയുടെ കഴുത്തിൽ സന്ദീപ് താലി കെട്ടുന്നത് കാണുമ്പോൾ നിനക്ക് സഹിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. നമ്മൾ എന്തിനാ വെറുതെ അണിഞ്ഞൊരുങ്ങിച്ചെന്ന് സങ്കടങ്ങൾ ചോദിച്ചു വാങ്ങിക്കുന്നത്? ഇവിടെ അനൂപേട്ടനൊക്കെ ഒരുതരം വാശിയാണ്. സ്നേഹിച്ചവർക്ക് പിരിയുമ്പോഴുള്ള വിഷമം അറിയൂ. ഏട്ടത്തിക്ക് നിന്നെ മനസ്സിലാകും. നിനക്ക് അവിടേക്ക് വരാൻ ഒരു താല്പര്യമില്ലെന്ന് ഏട്ടത്തിക്ക് അറിയാം. അത് മനസ്സിലായതുകൊണ്ട് കൂടിയാണ് ഏട്ടത്തി വരണ്ട എന്ന് പറയുന്നത്. ഇനിയും അർച്ചനയുടെ വാക്ക് വിശ്വസിച്ച് ഇത് മുടങ്ങുമെന്നുള്ള ധാരണയിൽ അങ്ങോട്ട് പോകുന്നത് മണ്ടത്തരമാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാനും നിന്നെ പോലെ വേഷം കെട്ടിയെന്നേ ഉള്ളൂ. എനിക്കും അങ്ങോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. പിന്നെ ചോദ്യം പറച്ചിലോ ഇതൊക്കെ എല്ലാവരും അറിയൂ എന്ന് അറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. നീ വരണ്ട, നിനക്ക് വയ്യാന്ന് ഞാൻ പറഞ്ഞോളാം. അത്രയും പറഞ്ഞ് മീര പോകാൻ തുടങ്ങിയപ്പോൾ ഏടത്തി എന്ന് പറഞ്ഞ് ആദർ സംസാരിക്കുന്നു. അവിടെ എന്ത് നടന്നാലും എനിക്ക് കാണണം. അനൂപേട്ടന്റെ നിർബന്ധത്തിനപ്പുറം അത് എനിക്ക് കാണേണ്ട കാഴ്ചയാണ്. അച്ചു ചേച്ചി വലിയ അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ശ്രമിക്കും പരമാവധി. അനൂപേട്ടന്റെ നിർബന്ധവും അച്ചു ചേച്ചിയുടെ വാക്കും കൊണ്ടാണ് ഞാൻ വരുന്നത്. എനിക്ക് അവിടെ വരണം, ഞാൻ വരും. അത് കേട്ട് ദേഷ്യത്തോടെ മീര എവിടെ നിന്ന് പോയി. മാഷ് കമലയെ വിളിക്കുന്നു. കമല മാഷിനോട് പറയുന്നു, അവിടെ ഇനി വിവാഹം നടന്നാലും ഇല്ലെങ്കിലും മാധുരിയുടെ കാര്യങ്ങൾ നമ്മൾ അവരോട് പറയണ്ട. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അനൂപിന്റെ സ്വഭാവം അറിയാലോ. നമ്മളായിട്ട് ഒന്നിനും പോകണ്ട, പോവുക, അതേപടി തിരിച്ചും വരിക. ആവണിയും അനൂപും അവിടേക്ക് വന്നു. അനൂപ് ആവണിയോട് പറയുന്നുണ്ട്, ആതിര റെഡിയായോ എന്ന് ചെന്ന് നോക്കിയിട്ട് വരാൻ. വേണ്ട മോളെ, അവള് റെഡിയായിട്ടില്ല. അനൂപേട്ട പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ആതിര വരുന്നില്ല എന്ന് പറഞ്ഞു. അവൾ അവളുടെ വിഷമത്തെപ്പറ്റി പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് നിർബന്ധിക്കാൻ തോന്നിയില്ല. എന്നൊക്കെ മീര പറയുന്നത് കേട്ട് അനൂപ് പറയുന്നു, ഞാൻ ഇന്നലെ കൂടി അവളോട് പറഞ്ഞതാണല്ലോ പോണോന്ന്. ഞാൻ പോയി വിളിക്കാം അവളെ. എന്നാൽ മീര അനൂപിനെ തടയുന്നു. അനൂപേട്ട, ഇനി കൂടുതൽ ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കാൻ നിൽക്കേണ്ട. ഞാൻ സമ്മതിപ്പിച്ച് കൊണ്ടുവന്നോളാം. അമ്മേ, നിങ്ങൾ പൊയ്ക്കോ. ഞാൻ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നോളാം. പാവമല്ലേ അനൂപേട്ട, ഈ അവസ്ഥയിൽ അവളോട് ദേഷ്യപ്പെട്ടൊന്നും പറയണ്ട. അനൂപ് പറയുന്നു, ശരി, ഞാനായിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ വിവാഹ സമയത്ത് അവൾ അവിടെ ഉണ്ടാകണം. അത് ഞാൻ ഏറ്റു. നിങ്ങൾ എല്ലാവരും ചെല്ല്, ഞങ്ങൾ പിറകെ വന്നോളാം എന്ന് മീര പറയുകയും അവരെ പറഞ്ഞു വിടുകയും ചെയ്യുന്നു. ആവണി പോകാൻ നേരം ആവണിയോട് മീര പറയുന്നു, മോളെ, നീ ഏത് ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്? ആവണി പറയുന്നു, ഇതല്ലേ അമ്മ എനിക്ക് എടുത്തു തന്നത്. അത് കണ്ട് മീര പറയുന്നു, ഇത് കൊള്ളില്ല. നീ ചെന്ന് വേറെ നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് വാ. ഇത് പോരെ അമ്മ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ആവണി. പോരാ എന്ന് പറഞ്ഞ് ആവണിയെ പറഞ്ഞു വിടുന്നുണ്ട് മീര. ശേഷം ആതിര ബാത്റൂമിലേക്ക് കയറിയ സമയം മീര ആതിരയുടെ മുറിയിലേക്ക് വന്നിട്ട് ഫോൺ എടുക്കുന്നു. ഫോൺ എടുത്തതിന് ശേഷം ആതിരയെ മീര അവിടെ പൂട്ടിയിട്ടു. ഇത് ആവണി മറിഞ്ഞു നിന്ന് കാണുന്നുണ്ടായിരുന്നു. മീര അങ്ങോട്ട് പോയ സമയം ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്ന ആതിര ഫോൺ നോക്കുന്നു. എന്നാൽ ഫോൺ അവിടെ കാണുന്നില്ല. ഇതേ സമയം നെല്ലിശ്ശേരിയിൽ സാരിയൊക്കെ ഉടുത്തു വന്നിരിക്കുകയാണ് സ്നേഹ. അത് കണ്ടിട്ട് സേതു പറയുന്നു, സാരി ഉടുത്ത മോളെ കണ്ടാൽ എനിക്ക് തോന്നുന്നത് മോളുടെ കല്യാണം കൂടി ഇന്നങ്ങ് നടത്തിയാലോ എന്നാ. ഈ സംസാരിക്കുന്നത് സച്ചിയും അർച്ചനയും കാണുന്നുണ്ട്. അനഘയും അവന്തികയും മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരുന്നു. അനഘ സേതുവിന്റെ അനുഗ്രഹം വാങ്ങി. മനസ്സ് നിറഞ്ഞ് സേതു അനഘയെ അനുഗ്രഹിക്കുന്നു. അനഘ പറയുന്നു, നന്ദിയുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം തന്നതിന്. നന്ദിയും കടപ്പാടും എനിക്ക് കൂടുതൽ നിങ്ങളോടാണെന്ന് സേതു. അമ്പലത്തിൽ വെച്ച് ഒരു താലികെട്ട് നടത്തിയില്ലെങ്കിലും ഇത് തീരുമാനിച്ച ദിവസം മുതൽ നീ എന്റെ മരുമകളായി കഴിഞ്ഞു. മോള് തന്നെയാണ് എന്റെ മകന് ഏറ്റവും യോഗ്യമായതെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യപ്പെടുന്നു. അവന്തികയും അർച്ചനയും പോലെ നീയും മിടുക്കിയായിരിക്കണം. അത് കേട്ട് അവന്തിക പറയുന്നു, ആ കാര്യത്തിൽ എന്നെ വിട്ടേക്ക്. അർച്ചനെ പോലെ ആയാ മതി ഇവള്. ഒരു ഭാര്യയും മരുമകളും എങ്ങനെയാവണം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അർച്ചന. ഭർത്താവിനെ സ്നേഹിക്കുന്നതും കുടുംബം നോക്കുന്നതും എല്ലാം അർച്ചനയിൽ നിന്നാണ് പഠിക്കേണ്ടത്. അർച്ചന സച്ചിയെ സ്നേഹിക്കുന്നത് പോലെ നീ സന്ദീപിനെ സ്നേഹിക്കണം. ഒരിക്കലും പിരിയാത്ത ബന്ധത്തിലുള്ള സ്നേഹം. ആ സമയം സന്ദീപും വിവാഹ വസ്ത്രമൊക്കെ ഇട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. അത് കണ്ട് അനഘയ്ക്കും സേതുവിനും അവന്തികയ്ക്കും മാത്രം സന്തോഷം. ബാക്കിയുള്ള എല്ലാവരും ടെൻഷനിലാണ്. അല്പം മാറുന്ന സന്ദീപിനെ സേതു അടുത്തേക്ക് വിളിക്കുന്നു. അനഘയും സന്ദീപിനെയും ഒരുമിച്ച് നിർത്തി നോക്കുന്നുണ്ട്. നല്ല ചേർച്ചയുണ്ടെന്ന് പറയുന്നു. ഫോട്ടോഗ്രാഫറെ ഏർപ്പാട് ചെയ്തില്ലേ സച്ചിയോട് ഞാൻ പറഞ്ഞതില്ലേ എന്നൊക്കെ സേതു ചോദിക്കുന്നു സച്ചിയോട്. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അച്ഛാ. സച്ചിക്ക് ഒന്നിനും സമയമില്ലായിരുന്നല്ലോ. എല്ലാവരോടും അമ്പലത്തിലേക്ക് വരാൻ പറഞ്ഞു എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു, എന്നാ പിന്നെ ഇവിടെ നിന്ന് സമയം കളയണ്ട, നമുക്ക് ഇറങ്ങാം. ഒരു 2 മിനിറ്റ് കൂടെ അച്ഛാ, രാഹുകാലം ഒന്ന് കഴിഞ്ഞോട്ടെ എന്ന് അവന്തിക. വിവാഹത്തിന് തടസ്സങ്ങളൊന്നും ഉണ്ടാവരുതല്ലോ. ഇനി ഒരു തടസ്സമില്ല, എല്ലാം മംഗളമായി ഈശ്വരൻ നടത്തി തരും എന്ന് സേതു പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു, അതെ, ഇനിയെല്ലാം ഈശ്വരൻ നടത്തും. സന്ദീപിനോട് സേതു പറയുന്നു, നല്ലൊരു ദിവസമായിട്ട് നിന്റെ മുഖം എന്താടാ ഇങ്ങനെ ഇരിക്കുന്നത്? കുറച്ചു നാളായി നിന്റെ മുഖം ഇങ്ങനെയാണല്ലോ. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമാണിത്. ഒരിക്കലും നിനക്ക് മറക്കാൻ പറ്റാത്ത ദിവസം. എന്താ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറയാ. സന്ദീപ് അല്പം അങ്ങോട്ട് മാറിയപ്പോൾ അവന്തിക സന്ദീപിനോട് പറയുന്നു, പറയൂ സന്ദീപ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവന്തിക പറയുന്നു, എനിക്കറിയാം നിന്റെ പ്രശ്നം എന്താണെന്ന്. ഇതൊക്കെ ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് നീ കരുതിയില്ല അല്ലേ? അതൊക്കെ ഒരു വിധിയാണ് മോനെ.
ആഗ്രഹിച്ച ജീവിതം കിട്ടുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഭാഗ്യം വേണം. എന്റെ അനഘയുടെ ഭാഗ്യത്തിനാണ് നീ മറ്റൊരു പെണ്ണിനെ പ്രേമിക്കാൻ പോകാതിരുന്നത്. അങ്ങനെ പ്രേമിച്ച് മറക്കാൻ പറ്റാത്ത ബന്ധുവങ്ങനെ നിനക്കുണ്ടായിരുന്നെങ്കിൽ ഇപ്പോ ഇതുവല്ല നടക്കുമായിരുന്നോ? സേതു പറയുന്നു, എനിക്കും ചെറിയ പേടിയുണ്ടായിരുന്നു ഞാനിത് തീരുമാനിക്കുമ്പോൾ. ഇവൻ ഇനി മറ്റാരെങ്കിലും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമോന്ന്. സച്ചി എന്നോട് അതേക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇവനൊരു ബന്ധമുണ്ടെങ്കിൽ ആദ്യം ഇവനത് വന്ന് പറയുന്നത് എൻ്റെ അടുത്തായിരിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് കാര്യങ്ങൾ ഇവിടെ വരെ എത്തിച്ചത്. അവന്തിക പറയുന്നു, അല്ലച്ച, അങ്ങനെ ഒരു ബന്ധം സന്ദീപിനുണ്ടായിരുന്നെങ്കിൽ അച്ഛൻ എന്ത് തീരുമാനം എടുത്തേനെ? സേതു ഒന്ന് ആലോചിച്ചു. ഉറപ്പായിട്ടും ആ ബന്ധം ഞാൻ നടത്തി കൊടുത്തേനെ എന്ന് സേതു. അത് കേട്ട് എല്ലാവരും ഒന്ന് ഞെട്ടി നിൽക്കുന്നു. മനസ്സിൽ ഒരാളുള്ളപ്പോൾ മറ്റൊരാളെ വിവാഹം ചെയ്യുന്നത് ഈശ്വര നിന്നയാണ് എന്ന് സേതു പറഞ്ഞപ്പോൾ എല്ലാവർക്കും വീണ്ടും ടെൻഷനായി. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.